ഞാൻ മീഡിയ വൺ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ് എടുത്ത സമീപനത്തോട് വിയോജിക്കുന്ന ഒരാളാണ് ബൽദേവ് സച്ചിദാനന്ദനെ പോലെ. പക്ഷേ ബൽദേവ് സച്ചിദാനന്ദൻ ഒരു സീനിയറായിട്ടുള്ള പരിണതപ്രജ്ഞനായിട്ടൊരു അഭിഭാഷകനാണ്. അദ്ദേഹം വീട്ടിൽ ചെന്നിട്ട് വളരെ സ്വസ്ഥമായിട്ടിരുന്നൊന്ന് പരിശോധിക്കണം. അത് പിന്നെ ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കുകയാണ് ചെയ്തത്. ആ റദ്ദാക്കിയതിനെതിരായിട്ട് മീഡിയ വൺ അവിടെ പോയി. മീഡിയ വൺ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള വിധിയാണ് പിന്നെ സുപ്രീം കോടതിയിൽ നിന്ന് വന്നത്. അതിനൊന്നും എനിക്ക് ഒരു സംശയവുമില്ല. പക്ഷേ അവരെ നിരോധിച്ചു എന്ന് വിളിച്ചു പറയുമ്പോൾ അത് ബൽദേവ് സച്ചിദാനന്ദൻ്റെ തന്നെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നുള്ളത് വീട്ടിൽ ചെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിയുമ്പം ബൽദേവ് സച്ചിദാനന്ദന് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് ഞാൻ പോകുന്നില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ പിണറായി വിജയൻ്റെ ഇരട്ടത്താപ്പിനെ കുറിച്ച് പറയുമ്പോൾ മോഡിയുടെ ഇത് പറയുക എന്ന് പറയുമ്പോൾ അത് ഒരു 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 ദയനീയ അവസ്ഥയാണ് കാണിക്കുന്നത്. അതിവിടെ മാത്രമല്ല, ഇപ്പോൾ അഴിമതിയെക്കുറിച്ച് പറയുമ്പോഴും ബൽദേവ് സച്ചിദാനന്ദൻ വന്നിട്ട് കേന്ദ്ര ഗവൺമെൻറ് അഴിമതിയെക്കുറിച്ച് പറഞ്ഞത് ഞാൻ ആ കസേരയിരുന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് CPM-കാർ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള ഒരു പരമദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. ഞങ്ങൾ 10 കോടി രൂപയുടെ നിങ്ങളുടെ 10 കോടി രൂപയുടെ അഴിമതിയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞാൽ ഉടനെ നിങ്ങൾ 100 കോടി രൂപയുടെ അഴിമതി, ആ നിലയിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. അതാണ് നിങ്ങളുടെ ഒരു അവസ്ഥ. പക്ഷേ ഞാൻ ബൽദേവ് സച്ചിദാനന്ദനോട് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാം, വളരെ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് ആ സമയത്ത് ഇപ്പോൾ കുറച്ചൊക്കെ ബൽദേവ് സച്ചിദാനന്ദനെ ഇതൊക്കെ തന്നെ ന്യായീകരിക്കേണ്ട തെറ്റാണെന്ന് പറയേണ്ട ഒരു സ്ഥിതി വന്നു. അതൊന്നുമല്ല, അതിഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ബൽദേവ് സച്ചിദാനന്ദനോട് എൻ്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞേക്കാം. ഞാൻ രൂക്ഷമായി വിമർശിക്കുന്ന ഒരാളാണ്. ഞാനിപ്പോൾ ഒരു വേദിയുടെ ഭാരവാഹിയും കൂടെയാണ്. എന്നോട് ഒന്ന് സൂക്ഷിച്ചോണം എന്ന് ഒരു സന്ദേശം വന്നിട്ടുണ്ട്. അത് ഞാൻ ബൽദേവ് സച്ചിദാനന്ദൻ്റെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ജനം ചാനലിൽ പൊതുജനങ്ങളോടും കൂടി ഞാൻ പറയുകയാണ്, ഒരല്പം കെയർഫുൾ ആയിക്കോണം ഷാജഹാൻ എന്നുള്ള ഒരു പിന്നെ സന്ദേശം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനത് പറയാൻ കാരണം വെച്ചാൽ 2017 ഈ പറഞ്ഞ പോലെ അല്ല, അതൊരു ക്രൂരമായി പോയി ആ ചിരി. അങ്ങനെ ചിരിക്കരുത്, അങ്ങനെ ചിരിക്കരുത്. ഗൗരവമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഇതുപോലെ പരിഹസിച്ച് ചിരിക്കരുത്. അതൊരു മര്യാദകളാണ്. അവിടെ നിൽക്കട്ടെ. 2017 ഒരു സമരം കാണാൻ പോയ ഞാൻ 6 ദിവസം ജാമ്യമില്ലാതെ അവിടെ കിടന്നതാണ്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ എൻ്റെ കാര്യം പറയുന്നത് ഇതിൻ്റെ ഒരു ഗൗരവാവസ്ഥ പറയുന്നതാണ്. അതുകൊണ്ട് അത് ഗൗരവമായിട്ട് കണക്കാക്കണം. ഇനി നിങ്ങൾ എന്തു തന്നെ പറഞ്ഞാലും മാധ്യമപ്രവർത്തകരോട് ഈ കാണിക്കുന്നത് ശുദ്ധ അസംബന്ധമാണ്. അത് സമ്മതിക്കണം. അത് ഓരോന്ന് ഞാനെടുത്ത് പറയുന്നില്ല. ഷൂ എറിഞ്ഞ കേസ് വന്നപ്പോൾ 120B 308 വിട്ടു. മനസ്സിലായില്ലേ? ആ ഷൂ എറിഞ്ഞവനെതിരെ പോലും അത് ഇടാൻ പാടില്ല എന്ന് പെരുമ്പാവൂർ കോടതി പറഞ്ഞു. നിങ്ങൾ മീഡിയാവിൻ്റെ കാര്യം പറഞ്ഞ പോലെ പെരുമ്പാവൂർ കോടതി അതിനകത്ത് ചവറ്റുകൊട്ടെ കളഞ്ഞു. അതിന് മാസങ്ങൾക്ക് മുമ്പ് പിന്നെ ഏഷ്യാനെറ്റിലെ എറണാകുളത്തെ ഒരു അഖില നന്ദകുമാർ എന്നും പറഞ്ഞിട്ട് ഒരു സ്ത്രീക്കെതിരെ വന്നു. അതും ചവറ്റുകൊട്ടെ കളഞ്ഞു കോടതി എടുത്ത്. ചവറ്റുകൊട്ടെ പോലും അതിപ്പോൾ കാണില്ല. അതിനുശേഷം പിന്നെ ഇപ്പോൾ അത് 24 ന്യൂസിലെ ഒരു സ്ത്രീക്കെതിരെ കേസെടുത്തു. വിനീത വിജി അല്ലേ, അവർക്കെതിരെ കേസെടുത്തു. ഇതൊക്കെ ശുദ്ധ തോന്നിയാസവും ചെറ്റത്തരവും അല്ലേ? ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഗവർണർ കരികോടി കാണിച്ച സമയത്ത് എങ്ങനെയാണ് പത്രക്കാർ വന്നത്? ഈ SFI-കാരൻ വിളിച്ചു പറഞ്ഞിട്ടല്ലേ? അല്ലേ? SFI-കാരൻ ഏത് സമരം പറഞ്ഞാലും വിളിച്ചു പറയില്ലേ? ഇനി നിങ്ങൾ അഭിഭാഷകനായിട്ട് ഞാൻ ചോദിക്കുക, ഈ ചാനലിൽ നേരത്തെ പറഞ്ഞ വിഷയം ഞാൻ ചോദിക്കുകയാണ്. SFI-യുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ 42 കേസിൽ പ്രതി, വധശ്രമ കേസിൽ ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള അയാളുടെ ജാമ്യം റദ്ദാക്കി കഴിഞ്ഞ 3-ാം മാസം ഹൈക്കോടതി. അയാൾ ഗവർണറെ വന്നിട്ട് ചെറ്റെ പട്ടി തെണ്ടി എന്നൊക്കെ വിളിച്ചു. അയാളുടെ ജാമ്യം റദ്ദാക്കി അയാളെ പിടിച്ച് അകത്താക്കാത്തത് എന്താ? കാരണം സർക്കാരിന് അതിനകത്ത് താല്പര്യമില്ല. സർക്കാരിൻ്റെ ആളാണവൻ. അതുകൊണ്ട് അയാൾക്കെതിരെ നടപടിയില്ല. ഇപ്പം തന്നെ ജനചാനലുകാർക്കെതിരെ ചെയ്തിരിക്കുന്നത് എന്താണ്? ജോർജ് ജോസഫ് പറഞ്ഞ പോലെ അവിടെ ഇടിച്ചു കയറി പോയവരുടെ അതേ വകുപ്പ്. അപ്പം ഇതൊക്കെ ചെയ്യുന്നത് എന്താണെന്നറിയാവോ? ഇതൊക്കെ ചെയ്യുന്നത് ഭീഷണിപ്പെടുത്തുകയാണ്. ഇതൊക്കെ ചെയ്യുന്നത് ഭയപ്പെടുത്തുകയാണ്. ഈ പിണറായി വിജയൻ ഈ ആനപ്പുറത്ത് കയറിയിരിക്കുകയാണ്. ആനപ്പുറത്ത് കയറിയിരുന്നാൽ ആ തഴമ്പ് അവിടെ കാണുമെന്ന് തെറ്റിദ്ധരിക്കരുത് പിണറായി വിജയ. ഞാൻ പിണറായി വിജയനോടാണ് പറയുന്നത്, ബൽദേവ് സച്ചിദാനന്ദനോടല്ല. അതുകൊണ്ട് കേരളത്തിലെ സ്ഥിതി സ്ഫോടനാത്മകമാണ്. ആർക്കെതിരെയും എന്തും സംഭവിക്കാം. തല ചെടിച്ചട്ടി കൊണ്ട് അടിച്ചു പൊട്ടിച്ചാലും കാരുണ്യ പ്രവർത്തനം ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുന്നു എന്ന് പറയുന്ന ഒരു തലയ്ക്ക് വെളിവില്ലാത്ത ഒരാളാണ് നിർഭാഗ്യവശാൽ നമ്മുടെ ഭരണാധികാരി. അയാൾ മഞ്ചേശ്വരത്ത് നിന്ന് തിരുവനന്തപുരം വരെ നവകേരള സദസ്സ് നടത്തിയപ്പോഴത്തേക്കും യൂത്ത് കോൺഗ്രസ്സുകാരെ മുഴുവൻ തല്ലിച്ചതച്ചവരാരാ? പോലീസല്ല. പോലീസ് തല്ലിച്ചതയ്ക്കുമ്പോൾ ശരിയാണെന്ന് പറയണമെന്നല്ല ഞാൻ പറയുന്നത്. അയാളുടെ DYFIയുടെ കുറെ വൃത്തികെട്ടവന്മാർ വന്ന് അവിടെ മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ യൂത്ത് കോൺഗ്രസ്സുകാരെ അടിച്ചു.
അതിന് മുഴുവൻ ഗുഡ് സർട്ടിഫിക്കറ്റ് എൻട്രി കൊടുക്കുന്ന ഒരു ഭരണാധികാരി നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാളെ എനിക്ക് പോലും എന്തെങ്കിലും സംഭവിച്ചാലൊന്നും അത്ഭുതപ്പെടാനില്ല ബലദേവ് സച്ചിദാനന്ദൻ. അപ്പോഴും നിങ്ങൾ കാപ്സ്യൂളുമായിട്ട് ജനചാനലിൽ കാണും. അത് ഷാജഹാൻ 8 ദിവസം ജയിലിലിട്ടെങ്കിൽ ഷാജഹാൻ അത് ഡിസർവ് ചെയ്യുന്ന ആളാണ് എന്ന് ചില CPM നേതാക്കന്മാർ അവർ ഒന്ന് പറഞ്ഞതാണ്. മനസ്സിലായില്ല? അതിന് 6 വർഷം കഴിഞ്ഞിട്ടും അതെന്ത് സംഭവിച്ചു എന്ന് പോലും നമുക്കറിയില്ല. അതുകൊണ്ട് എന്തും എവിടെയും എപ്പോഴും സംഭവിക്കാൻ കഴിയുന്ന അതിഗുരുതരമായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ എന്ത് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനവും എന്ത് വൃത്തികേടും നടന്നാലും അതിനെ കണ്ണടച്ച് ന്യായീകരിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ പേപ്പട്ടിയെ പോലെ തല്ലിച്ചതയ്ക്കുന്ന പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുന്ന, എനിക്കറിയില്ല എന്താണ് ഈ പിണറായി വിജയനെ കുറിച്ച് പറയാൻ കഴിയുക എന്നുള്ളത്. പക്ഷേ പിണറായി വിജയൻ ലോകത്തും ഇന്ത്യയിലുമൊക്കെ ഇതുപോലെ ചെയ്തവർ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ എവിടെയാണ്? ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ തപ്പിയാൽ പോലും കിട്ടില്ല. ഹിറ്റ്ലറിനെയും മുസോളിനിയെയും ഒക്കെ തന്നെ, ആ ഫാസിസ്റ്റുകളെയൊക്കെ തന്നെ. അപ്പോൾ അത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഇയാളൊന്നും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അയാളിൽ ചരിത്രം അവസാനിക്കുന്നില്ല എന്നുള്ളത് അയാൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അയാളും കുടുംബവും തറവാട്ട് സ്വത്തല്ല കേരളം എന്ന് അയാൾ മനസ്സിലാക്കിയിരിക്കും. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരാപ്തവാക്യമുണ്ട്: ഒരു ധീരന്, ഒരു ധൈര്യശാലിക്ക് ഒരു മരണമേ ഉള്ളൂ. അതേസമയം ഒരു ഭീരു ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് ആപ്തവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ ഈ സമൂഹത്തിലുണ്ടാവും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇത്തരം ഭീഷണി കൊണ്ടൊന്നും ഇത്തരം ഈ പറഞ്ഞതുപോലെ ചപ്പടാച്ച് കാണിച്ചൊന്നും ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരെ പിന്തിരിപ്പിക്കാം എന്ന് പിണറായി വിജയൻ ധരിക്കുന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ മൂഢസ്വർഗത്തിലാണ് ജീവിച്ചിരിക്കുന്നത്. എനിക്ക് ബലദേവ് സച്ചിദാനന്ദനെ പോലുള്ള പരിണതപ്രജ്ഞരായിട്ടുള്ള അഭിഭാഷകരോട് പറയാനുള്ളത്, നിങ്ങളെപ്പോലുള്ളവർ ഇനിയെങ്കിലും നെഞ്ചത്ത് കൈവച്ച് ഈ വൃത്തികേടുകൾക്കെതിരെ രംഗത്ത് വരണം. അല്ലെങ്കിൽ നിങ്ങളെയും നേരത്തെ സന്ദീപ് വാചസ്പതി പറഞ്ഞതുപോലെ AK സെൻറ്ററിൽ നിന്ന് ക്യാപ്സ്യൂള് വിഴുങ്ങിയിട്ട് വന്ന് അത് ചാനലിലിരുന്ന് ഛർദ്ദിക്കുന്നവരാണ് എന്നുള്ള ആരോപണം നിങ്ങളത് ചെയ്യുന്ന ആളാണെന്നല്ല ഞാൻ പറയുന്നത്. ആ ആരോപണം കേൾവിക്കാർ ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അത് നിങ്ങളുടെ വിശ്വാസ്യതയെ വല്ലാതെ ബാധിക്കും എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ.